പിന്നെ ഷാഹി സിനിമകൾക്ക് ആദ്യമായിട്ടാണ് ഒരു യു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എവിടെയെങ്കിലും ഒരു കസേരയിലോ അല്ലെങ്കിൽ അവിടെ ഒരു പാർക്കിലോ ഒരു ബെഞ്ചിന്റെ സൈഡിലൊക്കെ തന്നെ ആളിവിടെ ഉണ്ടാവും. പേര് സൗമ്യ എന്നാണെങ്കിലും സൗമ്യമായിട്ടുള്ള യാതൊരു പെരുമാറ്റവും ആ കഥാപാത്രത്തിൽ നിന്നും. എഡിറ്റർ ഈസ് അനദർ ഡയറക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളതല്ല. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, താൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെല്ലിയെ വഴികാട്ടുന്നതാണ് പല്ലി. വെൽക്കം ചാക്കോച്ച ആൻഡ് ലിജോ മോൾ ടു മാംഗോ ടോക്ക് ടൈം. താങ്ക് യു വെരി മച്ച്. നിങ്ങളെക്കാളും ഒരു പൊടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും ഒരു ഇച്ചിരി കൂടുതൽ മൈലേജ് ഇപ്പോൾ ബാക്കിൽ പോസ്റ്റർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് ഉണ്ട് നോക്കല്ലേ പല്ലി. അതെ, എന്താണ് ഒരു പല്ലിക്ക് നമ്മുടെ മൂവിയിൽ ഇത്ര ഇമ്പോർട്ടൻസ്? ഷെല്ലി എന്നാണ് എൻ്റെ പേര്, സോറി. അപ്പോൾ ഷെല്ലിയെ വഴികാട്ടുന്നതാണ് പല്ലി. കാര്യമായിട്ട് പറഞ്ഞ സീരിയസ്ലി അതാണ്. അപ്പം അത് ചില സിറ്റുവേഷൻസിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പല പല രീതികളിൽ പല്ലിയുടെ ഒരു അപ്പിയറൻസും പ്രസൻസും ഉണ്ടാവാറുണ്ട്. അത് ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ഏതെങ്കിലും രീതികളിൽ ഒരു പല്ലിയുടെ പ്രസൻസ് ഷെല്ലിയുടെ യാത്രയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ടൈറ്റിൽ ഉൾപ്പെടെ ആ ടൈപ്പോഗ്രഫിയിൽ ഒരു പല്ലിയുടെ ഒരു ഇമേജും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പല കോഴ്സസിൽ നമ്മൾ ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ട്. അതായത് ബംഗ്ലാവിലുണ്ട്, ഹോസ്പിറ്റൽസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വരെ കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ കേസ് 174 അതൊരു വെറൈറ്റി ആയിപ്പോയി. അപ്പം എന്താണ് ഇതിൽ ഇത്ര വിഷയം? അല്ല, ഇത് കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു കേസ് ഫയലാണ്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവിചാരിതമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്, രക്തക്കറ പറ്റാറുണ്ട്, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് തുടർന്ന് പോലീസുകാരനാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫയല് അതിൽ ഒരു കൗതുകം ജനിച്ചിട്ട് ഷെല്ലി എന്ന് പറയുന്ന ഈ കോൺസ്റ്റബിൾ അത് തൊടുകയും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചില ഹൊറർ ഫാക്ടേഴ്സ് ഇതിലുണ്ട്, സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി, അങ്ങനെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാഹി സിനിമയായിട്ട് പോലും ചില ലൈറ്റർ മൊമെന്റ്സും കൂടെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പല്ലിയുണ്ട്, ആനിമൽ ബോർഡിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്, സെൻസർഷിപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷാഹി സിനിമകൾക്ക് ആദ്യമായിട്ടാണ് ഒരു യു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഈ സിനിമയ്ക്കുണ്ട്. ഈ ഉന്മാദം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അപ്പൊ ഡിക്ഷണറിയിൽ ലിറ്ററലി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മാഡ്നെസ് അല്ലെങ്കിൽ ഡിലൂഷൻ ആണ്. അപ്പം നമുക്കത് രണ്ട് കോണ്ടെക്സ്റ്റിൽ എടുക്കാം, പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. നമ്മുടെ സിനിമയിൽ ഇത് ഏത് കാറ്റഗറിയിൽ വരും? അത് നെഗറ്റീവായിട്ടാണ് തോന്നുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി അതൊരു പോസിറ്റീവായിട്ട് മാറുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ പറയുന്ന പോലെ സോക്കോൾഡ് ഇതിനൊരു ഡാർക്ക് എൻഡിങ് എന്നുള്ള രീതിക്ക് അപ്പുറം ഒരു പെർഫെക്റ്റ് ക്ലോഷർ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പെർഫെക്റ്റ് അല്ല, ഒരു നല്ലൊരു ക്ലോഷർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഒരു പുതിയ ഡയറക്ടറാണ് ഇതിൽ വരുന്നത്. ഈ വാസ് എൻ എഡിറ്റർ, കുറേ നല്ല സിനിമകളുടെ എഡിറ്റോറിയൽ വർക്ക് ചെയ്തിട്ടുള്ള കക്ഷിയാണ്, എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടോറിയൽ വെഞ്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ്. പുതിയ കോമ്പിനേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കിരൺദാസ് ഷാഹി ആദ്യമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനും ലിജോർമോളും കൂടെ ആദ്യമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നു. മുജീബാണ് ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് മുജീബിൻ്റെ ഒരു മ്യൂസിക്കലിൽ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനി സ്കോർ ദാറ്റ് യു ഗൈസ് ആർ ലുക്കിംഗ് ഫോർവേഡ് ടു റിലീസിന് മുന്നേ അല്ലെങ്കിൽ റിലീസ് ആകുമ്പോൾ? 3-4 സോങ്ങുകളാണ് ഇതിലുള്ളത് ശരിക്കും. അപ്പോൾ അതിലൊരു ഫാമിലി സോങ് ഉണ്ട്, അതാണ് ഏറ്റവും ആദ്യം നമ്മൾ റിലീസ് ചെയ്യുന്നത്. റിലീസ് ആയിട്ടുണ്ട്. അതെ, അപ്പോൾ അത് ഒരു സൂതിങ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം വലിയ ബഹളങ്ങളില്ലാത്ത നമുക്ക് കേട്ടുകൊണ്ട് വളരെ എന്താ പറയുക, മനസ്സിന് സുഖം തരുന്ന രീതിയിലുള്ളൊരു ഗാനമാണത്. ബിജിബാലാണ് അത് പാടിയിരിക്കുന്നത്. വളരെ സോൾഫുൾ ആയിട്ടുള്ളൊരു റെൻഡറിങ് അതിലുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മുജീബിൻ്റെ നമ്മൾക്കറിയാം, പുള്ളി കുറേ ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടുള്ള ജോണറിൽ ഉള്ള ഒരു മ്യൂസിക്കൽ ഇമ്പാക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഉന്മാദത്തിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ സൈലൻസ് വെച്ചും ഈ സിനിമ പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഡിറ്റിംഗ് ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പം ഒരു എഡിറ്റിംഗ് സ്കില്ലുള്ള ഒരാൾ ഡയറക്ടറിൻ്റെ ഹാറ്റ് എടുത്ത് വെക്കുമ്പോൾ എന്താണ് അതിലൊരു മേജർ കാര്യം? നമ്മൾ ഹൗ ഡു യു ലുക്ക് ഫോർവേഡ് ടു ആക്ടിങ് ഓൺ എഡിറ്റേഴ്സ് മൂവി? എഡിറ്റർ ഈസ് അനദർ ഡയറക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ക്ലാരിറ്റി ഉള്ള ഒരാളാണ് കിരൺദാസ് ചേട്ടൻ. അതിപ്പോൾ നമ്മളൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് അനാവശ്യ ഷോർട്സും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കിരൺ ചേട്ടൻ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത്രയും ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഷോർട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഷോർട്സ് ഒന്നും എടുത്തു പോകേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലാവർക്കും അത് എനിക്ക് തോന്നുന്നു കിരൺ ചേട്ടനായാലും അത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ സെറ്റിലാണെങ്കിലും ഒരു പുതിയൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ കൂളായി ഹാൻഡിൽ ചെയ്ത് വളരെ കാമായിട്ട് അങ്ങനെയാണ് നമ്മൾ സെറ്റിലും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. കാരണം ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യുക, നമുക്ക് ചില സിറ്റുവേഷൻസ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കാം, ചെയ്യുന്ന സീക്വൻസുകൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ രീതിയിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഫ്രസ്ട്രേഷൻസ് പെട്ടെന്നുണ്ടാവും, പെട്ടെന്ന് ഭയങ്കര വോളാറ്റൈലായിരിക്കും ചിലപ്പം. പക്ഷെ അതല്ലാതെ വളരെ സ്മൂത്തായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജോവിയലായിട്ട് കൊണ്ടുപോയ ഒരു സെറ്റായിട്ടാണ് എനിക്ക് ഉന്മാദം ഫീൽ ചെയ്തിട്ടുള്ളത്. കുറെ പുതിയ പേരുകൾ വന്നെന്ന് പറഞ്ഞല്ലോ. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഈച്ച് അതർ ഫോർ ദ ഫസ്റ്റ് ടൈം? നറേഷൻ്റെ സമയത്തൊന്നും ഞാൻ ചാക്കോച്ചനെ കണ്ടിട്ടില്ല, അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. പിന്നെ ഫസ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൊണ്ടാജ് സീക്വൻസുകളേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ വലിയ സീൻസ് ആയിട്ടും ഒന്നുമില്ല. അപ്പോൾ ആ ഒരു 1-2 ദിവസത്തെ ഷൂട്ട് കൊണ്ട് തന്നെ നമ്മൾ അധികം സംസാരിക്കുന്നൊന്നും ഇല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സീക്വൻസുകളായിരിക്കും ഉള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മൊത്തത്തിൽ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്നല്ല, ഇപ്പം സെറ്റിലാണെങ്കിലും അവിടെ വന്നാൽ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാരവാനിലേക്ക് പോവുക അങ്ങനെയൊന്നുമില്ല. അവിടെ തന്നെ നമ്മൾ ആ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അവിടെ തന്നെ ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു കസേരയിലോ അല്ലെങ്കിൽ അവിടെ ഒരു പാർക്കിലോ ഒരു ബെഞ്ചിൻ്റെ സൈഡിലൊക്കെ തന്നെ ആളിവിടെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയ സമാധാനമാണ്. ഓക്കെ, പിന്നെ വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അതിപ്പം ഒരു കോ ആക്ടറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്കുകളുണ്ട്, അതായിരിക്കും നമ്മളെ ആസ് ആൻ ആക്ടർ ഹെൽപ്പ് ചെയ്യുക ചിലപ്പോൾ ഒരു പെർഫോമൻസ് നന്നാക്കാൻ അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ചാക്കോച്ചനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ. ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ നല്ലൊരു ആക്ടർ എന്നുള്ളൊരു പേര് നേടിയിട്ടുള്ളതാണ് ലിജോ. അപ്പം ശരിക്കും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പുതിയ ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ നല്ല കോ ആക്ടേഴ്സിൽ നിന്നും എന്തൊക്കെ പഠിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്താണ് നമുക്ക് ഇംബൈബ് ചെയ്യാൻ സാധിക്കുന്നത്, അത് അങ്ങനെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, താൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ഇത് ശരിയില്ല, ആ രീതിയല്ല എനിക്ക്. സോ എന്താണ് ഈ പുതിയ ആൾക്കാരിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, എന്താണ് ആ ഒരു എനർജി, എങ്ങനെയാണ് ആ ഒരു എനർജി എങ്ങനെയാണ് നമുക്ക് അത് ഞാൻ ശ്രമിക്കാറുണ്ട്. ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന പോലെയല്ല, കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര ഒരു റൗഡി ക്യാരക്ടറാണ്. പേര് സൗമ്യ എന്നാണെങ്കിലും സൗമ്യമായിട്ടുള്ള യാതൊരു പെരുമാറ്റവും ആ കഥാപാത്രത്തിൽ നിന്നും ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ഈ പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട മൂവി ഓഫ് ഈച്ച് അതർ ഇതാവണേന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഈ സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഷാഹി കബീർ എന്ന് പറയുന്ന ആളുടെ പേര് കേട്ടാലേ ആ ഒരു ഒറ്റ വാക്ക് മതി എന്നാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയുക. ആൻഡ് ക്ലിയർലി ഇതൊരു ജസ്റ്റ് അത് കോപ്പ് മൂവി അല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിലൊരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ് കണക്ഷൻ ഉണ്ടോ? റിയൽ ലൈഫ് ഇൻസിഡൻസ് ഉണ്ട് ഒരുപാട്, റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്. പക്ഷെ അങ്ങനെ ഭയങ്കര റിയലിസം പിടിച്ചിട്ടോ അല്ല ചെയ്തിരിക്കുന്നത്. കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് ഉണ്ട്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, ത്രില്ലുണ്ട്, അങ്ങനത്തുള്ള എല്ലാ ആസ്പെക്ട്സും ഉണ്ട്. ഓഫ് കോഴ്സ് സപ്പോർട്ടഡ് വിത്ത് ഹ്യൂമൻ ഇമോഷൻസ്. ആ ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്നത് ഷാഹിയുടെ റിയൽ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളാണ്, അല്ലെങ്കിൽ പുള്ളി കണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഷാഹിയുടെ തന്നെ വേറൊരു ഒരു ക്യാരക്ടർ ആർക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും ഷെല്ലിക്ക് വേണ്ടി എനിക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഷാഹി ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷാഹിയെ ജസ്റ്റ് നോക്കിയാൽ മതി, എന്താണ് ഷാഹി അല്ലെങ്കിൽ എന്താണ് ഷെല്ലി എന്നുള്ളത് ആവാനായിട്ട്. സോ അത് ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗമ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും സൗമ്യ പറയൂ. സൗമ്യ പ്ലീസ്. സൗമ്യയുടെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ ഷാഹിക്കയുടെ ലൈഫിൽ വളരെ അടുത്തറിയുന്ന ചില വ്യക്തികളുടെ ചില ക്യാരക്ടർ ട്രൈറ്റ്സ് ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഒട്ടും സൗമ്യ അല്ലാത്ത ഒരു സൗമ്യയാണ് ഈ സിനിമയിൽ. സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറിനും സൗമ്യ അങ്ങനെ ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഒട്ടും സൗമ്യ അല്ലാതെ ഇരിക്കുന്നതിന് കാരണങ്ങളുണ്ട്. അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം അവളെപ്പോഴും ഇറിറ്റേറ്റിംഗ് ആണ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ദേഷ്യമാണ് എന്നുള്ളതിന്
കൃത്യമായ റീസൺസ് നമ്മൾ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. എല്ലാ ആക്ടേഴ്സിനും തന്നെ മലയാളത്തിൽ ഷാഹിക്കയുടെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. കാരണം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എത്രത്തോളം പോലീസ് സിനിമകൾ വന്നു എന്ന് പറഞ്ഞാലും അതൊന്നും ഒന്നൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെയല്ല. വളരെ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളും കഥകളുമാണ്. ഷാഹി കബീർ നമ്മുടെ നോൺ കോപ്പ് ജോണറിലേക്ക് ഇറങ്ങുന്നത് എപ്പോഴായിരിക്കും എന്ന് ഒരു ഐഡിയ ഉണ്ടോ? എന്തായാലും ഒരു 2 സിനിമകൾ എന്തായാലും കോപ്പ് ജോണറിൽ പെട്ട സിനിമകളായിരിക്കും. അതെ, അത് കഴിഞ്ഞ് പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട്, മാറ്റി ചിന്തിക്കാനായിട്ടും ചെയ്യാനായിട്ട് സാധ്യത. പുള്ളിയുടെ വേറൊരു കോപ്പ് ജോണർ അല്ലാത്തൊരു സിനിമയുണ്ട്. ശരിക്കും പുള്ളി രണ്ടാമത് ചെയ്യാനിരുന്ന സിനിമ, അതായത് ജോസഫിന് ശേഷം രണ്ടാമത് ചെയ്യാനിരുന്ന സിനിമ വള്ളംകളി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആരവം എന്നാണ് ആ സിനിമയുടെ പേര്. പക്ഷെ അത് ഒരു ഹൈ ബഡ്ജറ്റ് മൗണ്ടഡ്, പിന്നെ കുറേ സമയം ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് അന്ന് സംഭവിച്ചില്ല. പിന്നെ അത് നടന്നില്ല, പക്ഷെ നടന്നേക്കാം. ഒരു ഇൻവെർട്ടർ ആണല്ലോ ലിജോ മോൾ, അല്ലേ? അപ്പം നമ്മൾ ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഹൗ ഡു യു അഡാപ്റ്റ് ടു ദോസ് ക്യാരക്ടേഴ്സ്? കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥ മനസ്സിലാക്കുമ്പോൾ തന്നെ അത് എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ആ ക്യാരക്ടർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ്. പിന്നെ ആ സമയത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളതല്ല. അവിടെ ഞാൻ ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ആ ക്യാരക്ടർ എന്തുകൊണ്ടായിരിക്കും ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ എൻ്റെ തലയിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ സമയത്തത് വലിയ ക്രൗഡ് ഉണ്ടെങ്കിലും ഒന്നും അതൊരിക്കലും ഒരു പ്രശ്നമായിട്ടില്ല. കലായ് കിങ്സൺ ആണ് നമ്മുടെ സ്റ്റൺ ക്രെഡിറ്റ് പോകുന്നത്. അപ്പം ഒരുപാട് നല്ല ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൺ മാസ്റ്റർ ആണ്. അപ്പം കെൻ യു പ്രതീക്ഷിക്കൽ സം തീപ്പൊരി ഐറ്റംസ് ഓൺ ദ മൂവി? ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, പക്ഷെ ഓവർ ദ ബോർഡ് ഒരു ഫൈറ്റ് സീക്വൻസ് അല്ല അത്. ഓക്കെ, അത് കഥാപരമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് സിനിമാറ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തന്നെ. റീസെൻ്റ്ലി പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് സ്റ്റണ്ട് ഇപ്പം ഞാൻ ഡബിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്, ബിക്കോസ് ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ഷൂട്ടിങ്ങും മുടങ്ങും. പക്ഷേ സ്റ്റണ്ട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പം ചോദിക്കുകയാണെങ്കിൽ വാട്ട് വുഡ് യുവർ ടേക്ക് ബിയോണ്ട് ദാറ്റ്? നമ്മൾ മാക്സിമം അറ്റംപ്റ്റ് എടുക്കും. അത് ആരാണെങ്കിലും അങ്ങനെ എടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ഞാൻ ഇഞ്ചുറി വെച്ചിട്ട് തന്നെയാണ് ഫൈറ്റ് സീക്വൻസുകൾ ചെയ്തിട്ടുള്ളത്. ബോഡി ഡബിൾ എന്ന് പറയുന്നത് ചിലപ്പം കത്തുന്ന കാറിൽ നേരെ കൊക്കയിലേക്ക് ചാടുക എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബോഡി ഡബിൾ അങ്ങനത്തെ സീക്വൻസ്, അങ്ങനത്തെ ഹൈ റിസ്ക് സോണുകളിലായിരിക്കാം അങ്ങനത്തെ ബോഡി ഡബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഫൈറ്റ് സീക്വൻസുകൾ മാക്സിമം നമ്മൾ നമ്മുടെ തന്നെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള ആക്ഷൻ കോറിയോഗ്രാഫി നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈറ്റ് സീക്വൻസുകൾ ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു ട്രെയിനിങ്ങും ഒരു റിഹേഴ്സൽ നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ ഓഫീസർ ഡ്യൂട്ടിക്കൊക്കെ നമ്മൾ ഒരു 2 ദിവസം ഫൈറ്റ് റിഹേഴ്സൽ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചത്താപ്പച്ചക്കൊക്കെ അവർ കുറേ അങ്ങനത്തെ പ്രപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് മാക്സിമം നമുക്ക് ഏത് ലെവൽ വരെ നമുക്ക് നമ്മളെ പുഷ് ചെയ്യാൻ പറ്റും അത് മാക്സിമം നമ്മൾ ചെയ്യും. അതിനപ്പുറത്തുള്ള വി ക്യാൻ യൂസ് ദ ടെക്നോളജി ഓർ അതർ ഓൾട്ടർനേറ്റീവ്സ്.